എന്തുകൊണ്ടാണ് ബി ജെ പി ഇത്ര കനത്ത പരാജയം ഏറ്റുവാങ്ങിയത് എന്നുള്ളത് കാണേണ്ടതാണ്. നോക്കൂ, ബി ജെ പി ഇതിനോടകം 29,000 വോട്ടേ സമാഹരിച്ചിട്ടുള്ളൂ. കനത്ത പരാജയമാണ് ബി ജെ പി ഏറ്റുവാങ്ങിയിരിക്കുന്നത് എന്ന അടിസ്ഥാനപരമായ വസ്തുത അവിടെ നിൽക്കുകയാണ്. മാത്രമല്ല, ഈ 11ാമത്തെ റൗണ്ട് എണ്ണുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. 2395 വോട്ടിന് ഇപ്പോഴും പാലക്കാട്ട് ഈ ശ്രീധരൻ ജയിക്കാൻ പോകുന്നു എന്ന ആത്മവിശ്വാസത്തിൽ അണികൾ പ്രതീക്ഷ ഇരിക്കുന്ന സമയത്താണ് ഈ 12,789 എന്ന് നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത്. ഈ 12ാം റൗണ്ടിൽ യു ഡി എഫിന് 2,261 വോട്ടിന്റെ ലീഡ് വന്നപ്പോഴാണ് ബി ജെ പി 68ലേക്ക് ചുരുങ്ങിയത്. 11ാം റൗണ്ടിൽ 2,329 ആയി ബി ജെ പിയുടെ ലീഡ് ചുരുങ്ങിയപ്പോൾ 2,953 വോട്ട് കിട്ടിയിരുന്നു. അതായത് 2,953 വോട്ടിന്റെ ലീഡ് യു ഡി എഫിന് കിട്ടിയ നിലവിലുള്ള റൗണ്ടാണ് ഈ എണ്ണുന്നത്. ഈ ട്രെൻഡ് ആണെങ്കിൽ 2,300 എന്നുള്ള ഒരു 3,500 4,000 ഒക്കെ ആയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെയെങ്കിൽ ഈ റൗണ്ടിന്റെ റിസൾട്ട് വരുമ്പോൾ 13,001 കയറുന്നു. ഈ റൗണ്ടിന്റെ ആ റിസൾട്ട് വരുമ്പോൾ അത് 15,000 ക്രോസ് ചെയ്യും. ഒരുപക്ഷെ 16,000 തൊടാനുള്ള സാധ്യത വരെ തള്ളിക്കളയേണ്ടതില്ല. വിചാരിച്ചതിനപ്പുറത്തുള്ള ഒരു വിജയം. എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഒരു നേതാവ് പോലും ഇത്ര വലിയ വിജയം പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഇത് 15,000 മുകളിലായിരിക്കും അന്തിമ കണക്കെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമൊന്നും വേണ്ട. ചേലക്കരയിൽ വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നു. അന്തിമ കണക്കുകൾ അല്പസമയത്തിനകം 10-12 റൗണ്ടിന്റെ കണക്കേ വന്നിട്ടുള്ളൂ. ചേലക്കര എന്തായാലും 10,000-ൽ പരം വോട്ടുകൾക്ക് LDF നേടുകയാണ്. അന്തിമ ഫലം, ചേലക്കരയിലെ അന്തിമ ഫലം അല്പസമയത്തിനകം വരും. ഗോകുൽ VS വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് നമ്മളോടൊപ്പം. ഗോകുൽ, 13,000 കടന്നിരിക്കുന്നു. എങ്ങോട്ടാണ് ഈ കുതിപ്പ്? തീർച്ചയായും ഇത് ഒരുപക്ഷെ വലിയൊരു ലീഡിലേക്ക്, പാലക്കാടിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ലീഡിലേക്ക് ഒരുപക്ഷെ രാഹുൽ നീങ്ങാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. 10 റൗണ്ട് പൂർത്തിയാകുമ്പോഴാണ് ഇത്തരത്തിലൊരു വലിയ ലീഡിലേക്ക് രാഹുൽ എത്തുന്നത്. ഇനി 11ാമത്തെ റൗണ്ടിലേക്ക് വരുമ്പോൾ മാത്തൂർ പഞ്ചായത്തിലെ പ്രദേശങ്ങളാണ് കൂടുതലായും വരിക. മാത്തൂർ, അതോടൊപ്പം തന്നെ ആനിക്കോട്, മാത്തൂർ ഈസ്റ്റ്, തണ്ണീർക്കോട് അങ്ങനെയുള്ള മേഖലകളിലേക്ക് പോകും. അവിടെയും സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ UDF ലീഡുണ്ടാകും. അതിനുശേഷം 12ാമത്തെ റൗണ്ടിലേക്ക് എത്തുമ്പോഴാണ് വിശ്വനം ഉള്ള ചെങ്ങണിയൂരുള്ള മേഖലയിലേക്ക് എത്തുക. ആ 12ാമത്തെ റൗണ്ട് കൂടി കഴിഞ്ഞാൽ പിന്നെ 13ാമത്തെ റൗണ്ടിന് കണ്ണാടി പഞ്ചായത്തിലേക്കാണ്. സ്വാഭാവികമായി എപ്പോഴേക്കും രാഹുലിന്റെ ലീഡ് നല്ല രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ട്. പാലക്കാടിന്റെ ഈ ഒരു അതായത് ഷാഫിക്കൊക്കെ ലഭിച്ചതിൽ കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് ഒരുപക്ഷെ പോയാലും അത്ഭുതപ്പെടാനില്ല. പാലക്കാട്ടെ വിവരമാണ് ഗോകുൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു പ്രൊജക്ഷൻ നോക്കുകയായിരുന്നു. ഒരുപക്ഷെ 20,000 ക്രോസ് ചെയ്യും ഇങ്ങനെ പോയാൽ രാഹുലിന്റെ ഭൂരിപക്ഷം. കാരണം 10ാം റൗണ്ടിലേക്ക് എത്തി, അത് കഴിഞ്ഞപ്പോഴേക്കും 12,000-ലേക്ക് എത്തി. 11ാം റൗണ്ടിലേക്ക് പോകണം. 12 ഉണ്ട്, 13 ഉണ്ട്. ഈ 3 റൗണ്ടിൽ ബി ജെ പിയുമായിട്ടുള്ള വോട്ട് വ്യത്യാസം, അവിടെ പ്രധാനപ്പെട്ട പ്ലെയർ രണ്ടാമത് തന്നെ LDF വ്യത്യാസം വലിയ തോതിൽ വ്യത്യാസം വരും. 2,000-3,000 വോട്ട് വെച്ച് 3 റൗണ്ടിൽ വന്നാൽ കഥയാകെ മാറും. 20,000 ക്രോസ് ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ ഈ റൗണ്ട് അത് നിശ്ചയിക്കും. ഈ റൗണ്ടിൽ ഒരു പക്ഷേ 15,000 ഞാൻ കരുതുന്നു. ചിലപ്പോൾ 16,000 തൊടാനുള്ള സാധ്യതയും ഈ റൗണ്ടിലുണ്ട്. അതിനിടയിൽ പ്രശാന്ത് കൃഷ്ണ ഒരു പഴയൊരു പോസ്റ്റ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. വടക്കുന്നാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ പാലക്കാട്. ഞാൻ അത് കാണുമ്പോഴേ നമ്മുടെ ടിക്കറിൽ എഴുതി കാണിക്കുന്നു ഷാഫി സമേത രാഹുൽ. പാലക്കാട് എല്ലാം സമേതനാണല്ലോ. വിശാലാക്ഷി സമേത വിശ്വനാഥനും വള്ളി ദേവാന സമേത സുബ്രഹ്മണ്യ സ്വാമിയും ഒക്കെ പറയുന്നത് പോലെ ഷാഫി സമേത രാഹുലാണ്. ഷാഫി സ്വന്തം ഇലക്ഷനേക്കാൾ ഇറങ്ങിക്കളിച്ച ആളുകളെ പോയി കണ്ട് തെരഞ്ഞെടുപ്പിൽ ആ നിലയ്ക്ക് വോട്ട് ചോദിച്ച തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഷാഫി സമേത രാഹുൽ, ഷാഫി രാഹുലിന്റെ തേരാളിയായി, പാർത്ഥസാരഥി എന്നൊക്കെ പറയുന്നത് മാതിരി രാഹുലിന്റെ തേരാളിയായി ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നത് ഷാഫിക്ക് കൂടി അവകാശപ്പെട്ട വിജയമാണ്. BJP കോട്ടകളെ തകർത്തുകൊണ്ടതാ രാഹുലിന്റെ രഥോത്സവം. എന്തെങ്കിലും തരത്തിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നത് ആരായിരുന്നു? ഷാഫി പറമ്പിൽ തന്നെയാണ്. ആദ്യം മുതൽ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന മുതിർന്ന നേതാക്കളുടെ കമന്റുകളും വിജയാഘോഷവും ഒക്കെ ഏത് രീതിക്ക് മാത്രമല്ല, ഷാഫിക്കൊപ്പം VD സതീശനും ഷാഫി പറമ്പിനെ കുരിശിലേറ്റിയനെ എവിടെയെങ്കിലും പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് സതീശൻ പറയുന്നിടത്ത് സതീശൻ മുന്നോട്ട് വെക്കുന്ന ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസം പാലക്കാട് വർക്ക്ഔട്ട് ആയിരിക്കുന്നു. കുരിശിലേറ്റിയനെ എന്ന വാക്കായിരിക്കും ഏറ്റവും വിധം. കോൺഗ്രസിൽ കലാപം കൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു, നേതൃത്വത്തിനെതിരെ ഒരു നീക്കം നടക്കാൻ പോകുന്നു എന്ന അണിയറ ഒരുക്കങ്ങൾ ഞാൻ എന്ന ഭാവങ്ങളെ അതൊക്കെ വലിയ ഉച്ചത്തിൽ കേൾക്കേണ്ടി വന്നേനെ. പക്ഷേ ഇവിടെ നോക്കൂ, ഈ പാലക്കാട്
ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയം നേടിയാൽ വി ഡി സതീശന്റെയും ഷാഫി പറമ്പിലിന്റെയും ആ അച്ചുതണ്ടിനെ ഉറപ്പിക്കുന്ന വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു നേതാവിനെ വിജയം ശക്തനാക്കും, അതിലൊരു സംശയവുമില്ല. തോൽവിയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ വേട്ടയാടപ്പെട്ടതിന്, പക്ഷേ വിജയിച്ചു നിൽക്കുന്ന നേതാവിനെ നിങ്ങൾക്ക് വേട്ടയാടാൻ കഴിയില്ല. അതിഗംഭീരമായ പെർഫോമൻസ് എന്ന ഒറ്റ വാചകത്തിൽ ഇതിനെ പറയാം. അതിനപ്പുറത്ത് നോക്കൂ, അതിശക്തമായ ത്രികോണ മത്സരം നടന്ന കേരളത്തിന്റെ രാഷ്ട്രീയം മുഴുവൻ കഴിഞ്ഞ ഒരു മാസമായി അവിടെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ത്രികോണമായി നിന്ന് മുഖാമുഖം കാണുകയായിരുന്നു. ആ രാഷ്ട്രീയത്തിൽ വിജയിച്ചു കയറുന്നുണ്ട് എങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് വളരെ വലുതാണ്.